ഞാനിന്ന് വന്നിരിക്കുന്നത് നാളെ ഫെബ്രുവരി 15 ബ്രഹ്മയുഗം റിലീസ്. മമ്മൂട്ടിയുടെ ഒരു 2024 ഒരു മികച്ച ഒരു സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഒരു പരീക്ഷണ ചിത്രം കൂടിയിട്ടാണ് ബ്രഹ്മയുഗം. നമുക്കറിയാം, ഞാനൊന്നും ഇതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം തിയേറ്ററിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്റെ ഒരു ജനറേഷനിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം നമുക്കൊരു തിയേറ്ററിൽ, അത് ഈ 2024 അത് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കും. മുൻപ് പല സിനിമകളിലും ഫ്ലാഷ് ബാക്ക് മാത്രം കാണിക്കാനായിട്ടൊരു 5-10 മിനിറ്റ് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഹൊറർ സിനിമയാണ്. മുഴുനീള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം റിലീസ് വരുമ്പോൾ അതിന് മറ്റ് റിവ്യൂസിനൊന്നും നോക്കാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും. അതോടൊപ്പം അവര് കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്ന ടീസർ ആണെങ്കിലും കൗണ്ട് ഡൗൺ പോസ്റ്റർ ആണെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി എല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കൗണ്ട് ഡൗണിന്റെ 6 അതൊക്കെ ഒരു പുകയുണ്ട് എഴുതുന്ന രീതിയിലുള്ള ഇതൊക്കെ നല്ല ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിലെ കഥാപാത്രം കുഞ്ചുമൻ പോറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, മലയാളത്തിലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ, അത് ഈ പറഞ്ഞ മാതിരി നാടോടി കഥകൾ അതേപോലെയുള്ള കഥകളുടെ ഒരു സമാഹാരമാണ് ശരിക്കത്. 8 അധ്യായങ്ങൾ. അതിൽ തന്നെയാണ് കടമറ്റത്ത് കത്തനാര്, അതേപോലെ കായംകുളം കൊച്ചുണ്ണി, പറയെ പറ്റ പന്തിരികുലത്തിന്റെ കഥ, അതൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു 8 അധ്യായമുള്ള ഒരു പുസ്തകത്തിലെ 8ാമത്തെ അധ്യായത്തിലാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഈ പറഞ്ഞ കുഞ്ചുമൻ പോറ്റിയെ പറ്റി പറയുന്നത്. കുഞ്ചുമൻ പോറ്റിയും കടമറ്റത്ത് കത്തനാരും സുഹൃത്തുക്കളായിരുന്നു, പിന്നീട് അവർ തമ്മിലൊന്ന് തെറ്റിയെന്നും, അതേപോലെ ഇങ്ങനെ എന്താ പറയാ, കുട്ടിച്ചാത്തന്മാരെ വെച്ച് കുസൃതികൾ ഒപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കഥകൾ, അതായത് പണ്ട് വൈദ്യുതിയും മറ്റു കാര്യങ്ങളില്ലാത്ത ഈ ബുക്കിൽ തന്നെയാണ് ഒരുപാട് യക്ഷി കഥകൾ, അതേപോലെ യക്ഷീനെ ഒഴിപ്പിക്കുന്നത്. കടമറ്റത്ത് കത്തനാർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, അത്തരത്തിലുള്ള കഥകൾ നിരവധി ഉൾക്കൊള്ളിക്കുന്ന ഒരു പുസ്തകമാണ് ഐതിഹ്യമാല. ഐതിഹ്യമാലയിലെ ഒരു കഥാപാത്രമാണ് കുഞ്ചുമൻ പോറ്റി എന്ന് പറയുമ്പോൾ അതൊരു നശിച്ച പഴയ ഒരു ഇല്ലം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ആ ഇല്ലത്തിലെ പിന്മുറക്കാര് ഇപ്പൊ കോടതി പോയിട്ട് ആ ഒരു അവരെ പേര് നശിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ട് ഈ ചിത്രത്തില് എന്താ പറയുക, ദുർമന്ത്രവാദിയായിട്ട് കുഞ്ചുമൻ പോറ്റി ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന വിവാദങ്ങൾ വേറെയുണ്ട്. പക്ഷെ അപ്പോ ചിത്രത്തിന്റെ സംവിധായക അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്ന് അത് അങ്ങനെയല്ല, ആ ഒരു പേര് ഇവിടെ പരാമർശിച്ചു എന്ന് മാത്രമല്ല, പേരിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, കുഞ്ചുമൻ പോറ്റി എന്നാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോ ഇതിനെ പറ്റി ഒരുപാട് ആകാംക്ഷകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്. ഞാനൊരു മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് എന്റെ ഒരു പ്രതീക്ഷ എന്ന് വിചാരിക്കുന്നത് 2024 ആദ്യ 100 കോടി ചിത്രം, മലയാള ചിത്രം ബ്രഹ്മയുഗമാകും എന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. കാരണം അത്രമാത്രം അതിനൊരു പ്രതീക്ഷയുണ്ട്. അത് ഏത് തരത്തിലാണെന്നുള്ളത് നമുക്ക് നാളെ റിലീസാവാണ്. അപ്പൊ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ പറയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ പ്രേക്ഷകരും എന്തായാലും 1 ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഒരു റിവ്യൂ കാണാതെ തന്നെ, എന്റെ റിവ്യൂ വരെ കാണാതെ തന്നെ നിങ്ങൾ നേരിട്ട് പോവുക, അല്ലെങ്കിൽ കോക്ക് അല്ലെങ്കിൽ ഉണ്ണി വ്ലോഗ്സ് ഇങ്ങനെയുള്ള ആളുകളുടെ റിവ്യൂ കണ്ടിട്ട് പോകണമെന്ന് നമ്മൾ പറയില്ല. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 2024 ആദ്യ 100 കോടി ചിത്രം എന്നൊരു ഖ്യാതി ഈ പറയുന്ന ബ്രഹ്മയുഗത്തിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. ഇതിനു മുൻപ് പ്രതീക്ഷ അർപ്പിച്ചിരുന്ന മലൈക്കോട്ട വാലിബൻ നമ്മളെ പ്രതീക്ഷകളൊക്കെ തകർത്തു എന്നുള്ള സത്യം തന്നെ. അതേപോലെ ഇതിന് അത്തരത്തിലുള്ള ഒരു ഗതി വരിക, കാരണം ഇതൊരു പരീക്ഷണ ചിത്രമാണ്. അതേപോലെ മലയാളത്തിലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, അത് നമ്മൾ മൊബൈലിൽ കണ്ടാലും അല്ലെങ്കിൽ മിനി സ്ക്രീനിലും ടിവിയിൽ കണ്ടാലും ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അതിന്റെ ഒരു വിഷ്വൽ ഐ ഗ്രേഡിംഗ് ആണെങ്കിലും കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു നിർബന്ധമായി നമ്മൾ തിയേറ്ററിൽ പോയാലേ കിട്ടുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യാണ്. ഞാനും ഫസ്റ്റ് ഷോയ്ക്ക് പോകണം എന്നാണ് എന്റെ ആഗ്രഹം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഈ കുഞ്ചുമൻ പോറ്റിയായിട്ട് ബന്ധപ്പെട്ട കഥകൾ പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി ചാത്തന്മാരെ സേവിച്ചുകൊണ്ട് അങ്ങനെ കൂടോത്രവും വലിയ ദുർമന്ത്രവാദി രീതിയിലുള്ള ഒരു ആളായിട്ടാണ് ഈ കുഞ്ചുമൻ പോറ്റിയെ പറ്റി ഐതിഹ്യമായി പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ ബ്രഹ്മയുഗം ട്രെയിലറിൽ അല്ലെങ്കിൽ ടീസറിൽ ആ മമ്മൂട്ടിയുടെ ഒരു വലിയ വശ്യമായ ഒരു ചിരിയും അങ്ങനെ ഒരു പേടിച്ചിരിക്കുന്ന ഒരു ഇതും അർജുന അശോകന്റെ ഒക്കെ ആ ഒരു പിക്ചറാണ് നമുക്ക് മുന്നിലുള്ളൂ. എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് സിനിമ കണ്ടാലേ അറിയുള്ളൂ. എന്തായാലും ഈ ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും മികച്ച ഒരു ചിത്രമായിരിക്കും
ഇതെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അപ്പോ മമ്മൂട്ടിയുടെ പുതിയ ചിത്രം ബ്രഹ്മയുഗത്തിന് എല്ലാവിധ ഭാവങ്ങളും ഈ ചിത്രം 100 കോടി തിയേറ്റർ കളക്ഷൻ അടിക്കട്ടെ എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അത് അടിക്കും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. ആ രീതിയിലാണ് ആ ഒരു മലയാളത്തിൽ തന്നെ ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് നമുക്ക് ഇതിനെടുക്കാം. ഇനി മുന്നേ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഡിജിറ്റൽ കാലഘട്ടത്തിൽ അതേപോലെ 2024 എത്തി നിൽക്കുമ്പോൾ ടെക്നോളജിയുടെ ഒരു VFX ആണെങ്കിലും എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോ സാങ്കേതിക വിദ്യ നമ്മുടെ സിനിമയിലടക്കം വന്നിരിക്കുന്ന കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, പുതിയ ഡിജിറ്റൽ കാലഘട്ടത്തിലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന രീതിയിൽ ബ്രഹ്മയുഗം എല്ലാവരെയും സിനിമാ പ്രേക്ഷകരെ എല്ലാവരും ഒരു ആകാംക്ഷയും അല്ലെങ്കിൽ പ്രതീക്ഷയാണ്. അപ്പൊ ആ പ്രതീക്ഷ ആ സ്ക്രിപ്റ്റും അതേപോലെ മമ്മൂട്ടിയെ പറ്റി പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന പരീക്ഷണ ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആളുടെ റോള് വളരെ പക്കയായിട്ട് ചെയ്ത് ഫലിപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. ഇതിന് മുൻപിറങ്ങിയ നൻപകൽ നേരത്തെ മയക്കാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുന്നിറങ്ങിയ നിരവധി ചിത്രങ്ങളിൽ മമ്മൂട്ടി ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഇത്തരം പരീക്ഷണ ചിത്രത്തിൽ ആള് 100% ആണ് കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോ എന്തായാലും നാളെ ബാക്കി റിലീസ് കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും ഈ സിനിമയ്ക്ക് നേരുന്നു. ബാക്കി ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റി അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തായാലും 2024 മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ഒരു ചിത്രമായിട്ട് ബ്രഹ്മയുഗം മാറുന്നതാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, ബൈ.